അങ്ങനെ ഞങ്ങൾ കൂടൽമാണിക്ക് എത്തിയപ്പോൾ ആദ്യം വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടാ. ഞങ്ങൾ അപ്പോൾ വേഗം ഉള്ളിൽ കയറിയിട്ട് തൊഴുതിറങ്ങാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴാണ് അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഏതിലെ തൊഴാൻ കയറാമെന്നാണ് പറയണത്. കാരണം നാലമ്പലക്കാരുടെ കൂടെ കയറാണ്ട് വേറെ വഴി ഉണ്ട് കേട്ടോ ഉള്ളിൽ കയറി തൊഴാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ ക്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ വളഞ്ഞു തിരിഞ്ഞൊക്കെ അറ്റം വരെ ഇങ്ങനെ ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു തൊഴാൻ കയറണ്ട, തൊഴാൻ കയറി കഴിഞ്ഞാൽ എന്തായാലും നല്ല പണി കിട്ടും. കാരണം ഇന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു ഉള്ളിൽ. പിന്നെ തിരക്കിൽ പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത് കാരണം ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കുളം വലം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ഇങ്ങനെ മഴയും വെയിലൊന്നും കൊള്ളാണ്ട് പന്തലിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കിടക്കാൻ ഇരിച്ചു കേട്ടോ. പുറത്തേക്ക് പോയപ്പോൾ അവിടെ നിറച്ച് കച്ചവടക്കാരും, അത് നാലമ്പലമായാലും ഇങ്ങനെ ഉത്സവമായാലും കച്ചവടക്കാരൊക്കെ നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വണ്ടി ബാക്കിൽ വെച്ച കാരണമായിട്ടേ അങ്ങോട്ട് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം കുറേ കയറൊക്കെ കെട്ടിയിട്ട് ഫുള്ള് ബ്ലോക്കായിരുന്നു. വന്നിട്ട് ഞങ്ങൾ ഒരു കണക്കിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.